വെളിച്ചം അണഞ്ഞു കിടക്കുന്ന ഒരു കാർ ഫാക്ടറി. അവിടെ തൊഴിലാളികളായി മനുഷ്യരില്ല, പകരം നൂറുകണക്കിന് റോബോട്ടുകൾ. രാവും പകലും വ്യത്യാസമില്ലാതെ ഓരോ മണിക്കൂറിലും ഡസൻ കണക്കിന് ഇലക്ട്രിക് കാറുകളാണ് ഈ റോബോട്ടുകൾ നിർമ്മിച്ചെടുക്കുന്നത്. ഇതിനെയാണ് ഡാർക്ക് ഫാക്ടറി എന്ന് വിളിക്കുന്നത്. അതായത് ഫാക്ടറിയുടെ പ്രവർത്തനം പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് ഇവിടുത്തെ ലൈറ്റുകൾ പൂർണ്ണമായും അണച്ചിടാൻ സാധിക്കും. ഇത്തരം ഫാക്ടറികൾ ചൈനയുടെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്. അതിവേഗ ഓട്ടോമേഷനിലൂടെ ഇലക്ട്രിക് വാഹന വിപണിയിൽ ലോകത്തെ അടക്കി ഭരിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ചൈന നിർമ്മിക്കുന്ന ഈ ലക്ഷക്കണക്കിന് പുതിയ കാറുകൾ ആര് വാങ്ങും? ഒരു കാലത്ത് ചൈന ലോകത്തിന്റെ ഫാക്ടറി എന്നറിയപ്പെട്ടിരുന്നത് അവിടുത്തെ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന കോടിക്കണക്കിന് തൊഴിലാളികൾ കാരണമായിരുന്നു. എന്നാൽ ഇന്ന് ചൈനയുടെ സാമ്പത്തിക രംഗം അതിവേഗം മാറുകയാണ്. തൊഴിലാളികളുടെ വേതനം വർഷങ്ങളായി കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫാക്ടറി ഉടമകൾക്ക് ഉൽപാദന ചെലവ് കുറയ്ക്കാൻ പുതിയ വഴികൾ കണ്ടെത്തേണ്ടി വന്നു. അതിനുള്ള ഏറ്റവും മികച്ച ഉത്തരമായിരുന്നു ഓട്ടോമേഷൻ. റോബോട്ടിക്സിലെ ഈ മുന്നേറ്റമാണ് ഡാർക്ക് ഫാക്ടറികൾ എന്ന ആശയത്തിന് ജീവൻ നൽകിയത്. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് 2021 സ്ഥാപിതമായ ചൈനീസ് ലക്ഷറി ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ സീക്കർ. $1,25,000 വരെ വില വരുന്ന കാറുകളാണ് ഇവർ നിർമ്മിക്കുന്നത്. അവരുടെ പ്രധാന ഫാക്ടറിയിൽ മാത്രം വർഷം 3 ലക്ഷം കാറുകൾ നിർമ്മിക്കാൻ സാധിക്കും. അതായത് ഒരു ദിവസം 800-ലധികം കാറുകൾ. ലോകോത്തര ബ്രാൻഡായ ടെസ്ലയ്ക്ക് ഇത്രയും ഉൽപാദനശേഷി കൈവരിക്കാൻ 10 വർഷത്തിലധികം വേണ്ടി വന്നു എന്നതാണ് നാം ഓർക്കേണ്ടത്. എങ്കിലും ചില ജോലികൾക്ക് ഇപ്പോഴും മനുഷ്യന്റെ സഹായം വേണം. ഉദാഹരണത്തിന് കാറിലുടനീളം ഘടിപ്പിക്കുന്ന സങ്കീർണമായ കേബിളുകൾ വലിക്കുന്നതിനും റോബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും തൊഴിലാളികൾ ഫാക്ടറിയിൽ വരുന്നു. ചൈനയിൽ സീക്കർ ഒരു ഒറ്റപ്പെട്ട ഉദാഹരണമല്ല. 2023 കണക്കനുസരിച്ച് ലോകത്ത് സ്ഥാപിക്കുന്ന ഓരോ 2 വ്യാവസായിക റോബോട്ടുകളിലും ഒന്ന് ചൈനയിലാണ്. മെയ്ഡ് ഇൻ ചൈന 2025 എന്ന പേരിൽ പ്രസിഡന്റ് ഷി ജിൻപിങ് ഒരു പദ്ധതി അവതരിപ്പിച്ചതിനു ശേഷം ചൈനയിലെ റോബോട്ടിക്സിന്റെ വളർച്ച 7 മടങ്ങാണ് വർദ്ധിച്ചത്. ലോകത്തിന്റെ ഫാക്ടറി എന്ന പേര് മാറ്റി സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത നേടി ഒരു നിർമ്മാണ ലോകശക്തിയായി മാറുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. എന്നാൽ ചൈനയുടെ ഈ കുതിപ്പ് അമേരിക്കൻ കാർ കമ്പനിക്ക് ഒരു നിലനിൽപ്പിന്റെ ഭീഷണിയാണ്. സർക്കാരിന്റെ പലിശ നിരക്ക് കുറഞ്ഞ ലോണുകളും സബ്സിഡികളും ഉപയോഗിച്ച് ചൈനീസ് കമ്പനികൾക്ക് കുറഞ്ഞ ചെലവിൽ കാറുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നു. ഇത് ആഗോള വിപണിയിൽ വില കുറഞ്ഞ ചൈനീസ് കാറുകളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടാക്കുമെന്നും അത് തങ്ങളുടെ വ്യവസായത്തെ തകർക്കുമെന്നും അവർ ഭയക്കുന്നു. ഫോർഡ്, GM പോലുള്ള പാശ്ചാത്യ കമ്പനികൾ ബാറ്ററികളുടെ ഉയർന്ന വിലയും EV ചാർജിംഗ് സ്റ്റേഷനുകളുടെ കുറവും കാരണം തങ്ങളുടെ ഇലക്ട്രിക് വാഹന പദ്ധതികൾ മന്ദഗതിയിലാക്കിയിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലെ ഉയർന്ന തൊഴിലാളി വേതനവും ശക്തമായ തൊഴിൽ നിയമങ്ങളും അവർക്ക് മറ്റൊരു തിരിച്ചടിയാണ്. ചൈനയിലാകട്ടെ ഇത്തരം കാര്യങ്ങളിൽ നിയമങ്ങൾ അത്ര കർശനമല്ലാത്തതുകൊണ്ട് ഓട്ടോമേഷൻ നടപ്പിലാക്കാൻ എളുപ്പമാണ്. ചൈനയുടെ ഇലക്ട്രിക് വാഹന വിപണിയിൽ ഇതിനോടകം തന്നെ കടുത്ത മത്സരമാണ് നടക്കുന്നത്. റോബോട്ടുകൾ വന്നതോടെ ഈ മത്സരം ഒന്നുകൂടി മുറുകി. ലോകത്തിലെ മറ്റെല്ലാ കാർ നിർമ്മാതാക്കളും ചേർന്ന് നിർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇലക്ട്രിക് കാറുകൾ ചൈനീസ് കമ്പനികൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇത്രയധികം കാറുകൾ ആര് വാങ്ങും? പാശ്ചാത്യ രാജ്യങ്ങൾ ചൈനീസ് ബ്രാൻഡുകളെ അവരുടെ വിപണിയിൽ നിന്ന് വലിയൊരളവിൽ അകറ്റി നിർത്തിയിരിക്കുകയാണ്. ചൈനയുമായി നല്ല ബന്ധമുള്ള ബ്രസീൽ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, തെക്കുകിഴക്കൻ ഏഷ്യ രാജ്യങ്ങൾ പോലും തങ്ങളുടെ ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ കുത്തൊഴുക്കിനെ ഭയക്കുന്നു. ഇതിന്റെ ഫലമായി ചൈനയിൽ നിർമ്മിക്കുന്ന ഭൂരിഭാഗം കാറുകളും രാജ്യത്തിനകത്ത് തന്നെയാണ് വിൽക്കുന്നത്. ഇത് അമിതോത്പാദനം എന്ന വലിയൊരു പ്രതിസന്ധിയിലേക്ക് വ്യവസായത്തെ തള്ളിവിടുന്നു. എന്നാൽ ഈ പ്രതിസന്ധികളൊന്നും ചൈനയുടെ ആത്മവിശ്വാസത്തെ തളർത്തുന്നില്ല. തങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ കാറുകളെല്ലാം വാങ്ങാൻ ശേഷിയുണ്ടെന്ന് സീക്കർ പോലുള്ള കമ്പനികൾ ഉറച്ചു വിശ്വസിക്കുന്നു. ലോകം എന്തു തന്നെ പറഞ്ഞാലും സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ മുന്നോട്ട് കുതിക്കാൻ തന്നെയാണ് ചൈനയുടെ തീരുമാനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.